നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതം വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ ഫലങ്ങളാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് എപ്പോഴും കടന്നു വരിക. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങളുണ്ട്. ഇത്തരം ചില കാര്യങ്ങളാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രമാണ്. അതിൽ ആദ്യത്തേത് പരമശിവന്റെ ചിത്രവും രണ്ടാമത്തേത് ഗുരുവായൂരപ്പന്റെ ചിത്രവുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഏവരും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ആദ്യത്തെ ചിത്രമായ പരമശിവനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ട്, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സമയം വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരുമിച്ച്, അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല ദുരിതങ്ങളും ഒരുമിച്ചാണ് കടന്നു വരിക. എന്നാൽ അത്തരത്തിലുള്ള ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഒരുമിച്ച് തന്നെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന വ്യക്തികളുമായി ഉള്ള തർക്കങ്ങൾ, അകൽച്ചകൾ, ഇതെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ വന്നു ചേരും. എന്നാൽ പലപ്പോഴും നിങ്ങൾ നേരിടുന്ന പ്രശ്നം പലരിൽ നിന്നും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്ന് തന്നെയാണ്. പലരും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ പരിഹസിക്കുകയും ചെയ്യുന്നവരാകുന്നു. അഭിമാനികളാണ് നിങ്ങൾ. അതിനാൽ തന്നെ മറ്റുള്ളവർ പറയുന്നതായ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മുറിവേൽപ്പിക്കുന്നു എന്നതും വാസ്തവമായ കാര്യം തന്നെയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ യുക്തിപൂർവം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. ഇത്തരം ചിന്തകൾ നിങ്ങളെ ഉയരത്തിലേക്ക് എത്തിക്കും എന്ന കാര്യം ഓർക്കുക. എന്ത് കാര്യത്തെക്കുറിച്ചും നന്നായി ചിന്തിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. ആ കഴിവ് നിങ്ങൾ ശരിയായ രീതിയിൽ പ്രകാശിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. കൂടുതൽ കാര്യങ്ങൾ എപ്പോഴും അറിയുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. നിർഭയത്വം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതായ ഒരു കാര്യമാകുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും അതിനാൽ തന്നെ ജീവിതത്തിൽ പല നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നതായ അവസരങ്ങൾ കടന്നു വരും. പെട്ടെന്ന് തന്നെ ഒരു സ്ഥലവുമായി പൊരുത്തപ്പെട്ടു പോകുന്നവരാണ് നിങ്ങൾ. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ പല തന്ത്രങ്ങളിലൂടെയും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നവരാകുന്നു. അതിനാൽ തന്നെ ലക്ഷ്യത്തിലെത്തുവാൻ നിങ്ങൾക്ക് പല തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വൃത്തിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് നിങ്ങൾ. കുസൃതിയുള്ളവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. കലഹമില്ലാതിരിക്കുവാൻ ഏതറ്റം വരെയും പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന പല പ്രശ്നങ്ങളും അത് താൽക്കാലികമാണ് എന്ന ചിന്ത നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതാകുന്നു. കഠിന പ്രയത്നത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ആ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇഷ്ട ആഹാര സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ജീവിതത്തിലെ തടസ്സങ്ങൾ അകലും എന്ന് തന്നെയാണ് ഫലം.
രണ്ടാമത്തെ ചിത്രമായ ഗുരുവായൂരപ്പനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം അനുകൂലമാകുന്ന പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്ന അവസരമാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും. ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരാൻ പോവുകയാണ്. അഥവാ ഭഗവാന്റെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നതായ അവസരങ്ങളാണ് എന്ന് തന്നെ പറയാം. പൊതുവെ ഭഗവാന്റെ സംരക്ഷണ വലയത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്നതും വാസ്തവമാണ്. നല്ല ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ. എന്നാൽ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാണ്. അത്തരത്തിൽ നിങ്ങൾ പ്രയോഗിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. കൂടാതെ ഈ സമയം സ്നേഹം, സമാധാനം തുടങ്ങിയ പല കാര്യങ്ങളും ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കടമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടം തീർത്ത് ആവശ്യത്തിനുള്ള പണം ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അതിനുള്ള ചില പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മുഴുകുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാവുന്നതാണ്. ശുഭകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഫലമായി പറയുവാൻ സാധിക്കുക. ഭഗവാന്റെ കടാക്ഷത്താൽ ചില ശുഭകരമായ വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്നതും വാസ്തവമായ കാര്യമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ആഗ്രഹങ്ങൾ നടക്കുകയും അവസരങ്ങൾ നിങ്ങളെ തേടി വരികയും ചെയ്യുന്നതായ സമയമാണ് ഇത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ, അതിന് സഹായകരമായ ചില അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. മനസമാധാനം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല എന്നതും വാസ്തവമായ കാര്യങ്ങളാകുന്നു. എപ്പോഴും ജീവിതത്തിൽ നഷ്ടങ്ങൾ നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ. പല നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വിട്ടുവീഴ്ചകൾ അധികം ചെയ്യേണ്ടതായി വരില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. സ്വന്തമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന പരിതസ്ഥിതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്ന കാര്യവും ഓർക്കുക. സ്വന്തമായി തന്നെ മുന്നോട്ട് പോയി വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും. ബന്ധങ്ങൾ കൂടുതൽ അടുക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനിവാര്യമായ സമയത്ത് മറ്റുള്ളവരുടെ പിന്തുണ ഭഗവാന്റെ കടാക്ഷത്താൽ ലഭിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ഒരു ആഗ്രഹം അത് ഉടനെ തന്നെ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ കൂടി വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ഭഗവാനെ ദർശിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്.